ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ചെറിയൊരു പണിയുണ്ട് കേട്ടോ. ചെറുതായിട്ടൊന്ന് ബിരിയാണി വെക്കാൻ തീരുമാനിച്ചു. അപ്പം എല്ലാവർക്കും ഹാപ്പി വിഷു. വിഷു ആയതുകൊണ്ട് ബിരിയാണി വെക്കല്ല, ഞാൻ നാട്ടിൽ വന്നിട്ട് 2-3 ദിവസമായി. അപ്പം ഉമ്മച്ചിക്കൊരാഗ്രഹം ബിരിയാണി വെച്ച് തരാൻ. ഈ വെക്കുന്ന ആള് ഞാൻ തന്നെയാണ് കേട്ടോ. സാധനം വാങ്ങി തന്നു, ഈ വെച്ചോന്നും പറഞ്ഞു. ഉമ്മമാര് പറഞ്ഞാൽ അത് കറക്റ്റായിട്ട് അനുസരിക്കണമെന്നല്ലേ. ഉമ്മച്ചി പണിക്കോയം കൊണ്ട് ഉമ്മച്ചിക്ക് വെക്കാൻ പറ്റില്ല. അപ്പം ഞാൻ എന്താക്കി, ഉച്ചയ്ക്ക് ഞാൻ സെറ്റാക്കാന്ന് പറഞ്ഞു. വിഷു ആയാലും ഉമ്മച്ചിക്ക് ലീവ് ഒന്നുമില്ല കേട്ടോ. അപ്പം മസാല ഇവിടെ നല്ല സെറ്റ് ആയിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ ശരീരം ഒന്ന് തണുപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു ഐസ്ക്രീം ഒക്കെ കഴിച്ചിട്ടുണ്ട് കേട്ടോ. നല്ല ചൂടല്ലേ. അങ്ങനെ മസാലയൊക്കെ റെഡിയാക്കി ചോറിനുള്ള കാര്യങ്ങളെല്ലാം സെറ്റാക്കിയപ്പോഴാണ് ഉപ്പച്ചി വന്നത്. ഉപ്പച്ചിന്റെ കയ്യിൽ ഒരു പൊതി കണ്ടതുകൊണ്ട് വേഗം ചോറ് അവിടെ മൂടിച്ച് ഓടിപ്പോയി നോക്കി. കാരണം പൊതി എന്താന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ലേ. പൊതിയിൽ വേറൊന്നും അല്ലേന്നു, കുറച്ച് കമ്പിത്തിരിയും പൂത്തിരിയൊക്കെ എന്നിട്ട് ഉപ്പച്ചി കൊണ്ടുവന്ന. ഇന്ന് വിഷു അല്ലേ, അപ്പൊ കുഞ്ഞിക്കുട്ടിക്ക് ഒന്ന് കാണിച്ചു കൊടുക്കാതെ വെച്ചിട്ട് ഉപ്പച്ചി കൊണ്ടുവന്ന കേട്ടോ. അങ്ങനെ അതൊക്കെ നോക്കിയിട്ട് പെട്ടെന്ന് പോയിട്ട് ചോറ് വെന്തോന്നുള്ളത് നോക്കിട്ടോ. അങ്ങനെ ചോറ് അത്യാവശ്യം വെന്തിട്ടുണ്ടായിരുന്നു. ഇനി പെട്ടെന്ന് തന്നെ ദമ്മിടാം. ഞാൻ ഈ ചോറ് വെക്കുന്ന സമയത്തൊക്കെ പടക്കം പൊട്ടുന്ന ഒച്ച ഒരുപാട് കേൾക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴൊക്കെ ഓള് പറയും അതാ പടക്കം പൊട്ടിയും. അപ്പൊ ഒരു ആഗ്രഹത്തിന്റെ മേല് വാങ്ങിയതാട്ടോ അതൊക്കെ. അങ്ങനെ ചോറൊക്കെ ഇവിടെ ദമ്മിട്ട് സെറ്റാക്കി വെച്ചിട്ട് വേറൊരു ചെറിയ പണി. തിരിച്ച് നാട്ടിലോട്ട് പോകുന്ന സമയത്ത് കുറച്ച് മാങ്ങ ഉപ്പിലിട്ടതും കുറച്ച് മാങ്ങച്ചാറും കൊണ്ടുപോകാന്നുള്ളതിൽ കുറച്ചധികം മാങ്ങ തന്നെ പറിച്ചിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ ഇട്ടുന്നത് എൻ്റെ വല്യമ്മയാണ് കേട്ടോ. അങ്ങനെ മാങ്ങ കിഴുകി അവിടെ വെള്ളം വരാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പം ഇതേപോലത്തെ വീഡിയോസ് കാണാൻ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ലൈക്കും ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം.